ஹாய் ஃப்ரெண்ட்ஸ், எதுக்காக இந்த வீடியோக்கு வந்திருக்கோம் அப்படின்னா, எங்களோட ப்ரொஃபைல் வச்சு ஒரு அக்கௌண்ட் வந்து ஸ்டார்ட் பண்ணியிருக்காங்க. போன 29 வந்து நாங்கள் ஒரு ரீல்ஸ் போட்டிருந்தோம், நானும் அம்மாவும். அந்த ரீல்ஸ்லேருந்து அந்த ஸ்க்ரீன்ஷாட் பண்ணி அதை ப்ரொஃபைலாக வச்சு நிஜிதா அப்படின்னு ஒரு அக்கௌண்ட் வந்து ஸ்டார்ட் பண்ணியிருக்காங்க. இது சொல்கிறதுக்காக தான் இந்த வீடியோ பண்ணுறோம். என்னன்னா, இந்த அக்கௌண்ட்டு எங்களோட அக்கௌண்ட் கிடையாது. ஃபேஸ்புக்கில் எங்களுக்கு 2 அக்கௌண்ட் தான் இருக்குது. ஒன்று வந்து அம்மாவோட அக்கௌண்ட் ஸ்ரீஜாராஜ் அப்படின்னு ஒரு அக்கௌண்ட்டும், எனக்கு வந்து நீது அஜித் அப்படின்னு ஒரு அக்கௌண்ட்டும் தான் இருக்குது ஃபேஸ்புக்கில். எனக்கும் அம்மாவுக்கும் டோட்டலாகவே 2 அக்கௌண்ட் தான் இருக்குது. இது வந்து எங்களோட அக்கௌண்ட் கிடையாது. இதில் ஹைலைட்டான விஷயம் என்னன்னா, 329 ஃப்ரெண்ட்ஸ் இருக்கீங்க. 4 days தான் ஆகிருக்கு இந்த அக்கௌண்ட் தொடங்கி. இதுலேருந்து 26 பேர் அதில் வந்து மியூச்சுவல் ஃப்ரெண்ட்ஸாக வேற இருக்கீங்க. நாங்கள் நினச்சி நீங்கள் ஆட் ஆகிருக்கீங்க, ஓகே தான். ஆனால் இது நாங்கள் கிடையாது. இந்த அக்கௌண்ட்லேருந்து காசோ ஏதாவது அன்வான்ட் மெசேஜஸோ ஏதாச்சும் பிக்சர்ஸோ ஷேர் ஆனால் எங்களுக்கும் இந்த அக்கௌண்ட்டுக்கும் என்ன சம்மந்தமும் கிடையாது. அது நாங்கள் கிடையாது. எங்களுக்கு 2 அக்கௌண்ட்ஸ் தான். அதை நாங்கள் சொல்லிட்டோம். ஒன்று ஸ்ரீஜாராஜ் அக்கௌண்ட்டும், இன்னொன்று வந்து நீது அக்கௌண்ட் அப்படின்னு 2 ஃபேஸ்புக் அக்கௌண்ட் தான் இருக்குது. ஓகேவா? நான் எனக்கு தமிழ் தான் தெரியும். அம்மா வந்து மலையாளத்தில் சொல்லுவாங்க. ஏன்னா எங்களுக்கு மலையாள ஃப்ரெண்ட்ஸ் தான் அதிகம், கூடுதல். கேரளாவில் உள்ளவங்க தான் அதிகமாக இருக்காங்க. அதனால எங்கள் அம்மா வந்து மலையாளத்தில் சொல்லுவாங்க. சரியா? എൻ്റെ അക്കൗണ്ട് പേര് വന്ന് ഷീജാരാജ്. അത് വന്ന് 2016 സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഞാനത് യൂസ് ചെയ്യാതെ കിടന്നു കൂടുതൽ. അപ്പോൾ ഇപ്പോൾ നൈറ്റി ബിസിനസ്, ഫ്രോക്ക് നൈറ്റി ബിസിനസ് ഉള്ളതുകൊണ്ട് അതിപ്പോൾ യൂസ് ചെയ്തിട്ടിരിക്കുന്നത്, റീൽസ് ചെയ്യുന്നത് നൈറ്റി ഫ്രോക്ക് നൈറ്റി എല്ലാം കാണിച്ച് റീൽസ് ചെയ്തിട്ടിരിക്കുന്നത്. അപ്പോൾ സ്ക്രീനിൽ വന്ന് ആ നമ്പർ കൊടുത്തിട്ടുണ്ട് ഞങ്ങളുടെ. അപ്പോൾ ആവശ്യക്കാർക്ക് ഇത് മെസ്സേജ് അയക്കാൻ വേണ്ടിയിട്ടാണ് ആ നമ്പർ കൊടുത്തിരുന്നത്. അപ്പോൾ ആ നമ്പർ എടുത്തിട്ട് പുതിയതായിട്ട് തുടങ്ങിയിരിക്കുന്ന അക്കൗണ്ടുകാർ നിങ്ങളുടെ അടുത്ത് കാശ് ചോദിച്ച് GPay നമ്പറൊക്കെ തന്ന് വേണ്ടാത്ത വില ഒക്കെ കാണിച്ചിട്ടിരിക്കും. അതൊന്നും നിങ്ങൾ വകവയ്ക്കണ്ട. നിങ്ങൾ വന്ന് ഞങ്ങളുടെ നമ്പർ കൊടുത്തിരിക്കുന്ന വാട്സപ്പിൽ വന്ന് മെസ്സേജ് ചെയ്യുമ്പോൾ അവൈലബിൾ ആണെന്ന് ചോദിച്ചിട്ട് ഞങ്ങളുടെ വോയിസ് ഉണ്ടെങ്കിൽ മാത്രം, എന്റെയോ അമ്മയുടെയോ വോയിസ് ഉണ്ടെങ്കിൽ മാത്രം ഓർഡർ ചെയ്താൽ മതി. ജിപേയിൽ കാശ് അയച്ചു തന്നാൽ മതി. ഞങ്ങള് നമ്പർ തരുമ്പോൾ ജിപേയിൽ കാശ് അയച്ചു തന്നാൽ മതി. ഇല്ലെങ്കിൽ അയച്ചു കൊടുക്കരുത്. അത് ഞങ്ങളെ അക്കൗണ്ട് അല്ല, ഇതാണ് ആ അക്കൗണ്ട്. അത് ഞാൻ ഇന്നലെ വന്ന് എനിക്ക് ഇതിൽ നിന്ന് വന്ന് റിക്വസ്റ്റ്, ഫേസ്ബുക്കിൽ നിന്ന് റിക്വസ്റ്റ്, എന്റെ അമ്മയുടെ അക്കൗണ്ടിന് ഈ അക്കൗണ്ടിൽ നിന്ന് റിക്വസ്റ്റ് അയച്ചിരിക്കണവര്. അതാണ് ഇതിൽ ഹൈലൈറ്റ്. അതിലാണ് ഞങ്ങളെ പ്രൊഫൈൽ എടുത്ത് ഞങ്ങൾക്ക് റിക്വസ്റ്റ് അയക്കണമെന്ന് വെച്ചാൽ ഇതൊക്കെ കുറെ പാടല്ലേ. നമ്മൾ ഇപ്പൊ തന്നെ കുറച്ച് അപ്കമ്മിങ് ആയിട്ട് വരണം. ഞാനും അമ്മയും റീൽസ് ഒക്കെ ചെയ്ത് കുറച്ച് ബിസിനസ് കുറച്ച് ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരണം. എന്തിനാ ഇതൊക്കെ ചെയ്യണമെന്ന് വെച്ച് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഇന്നൊരു കാര്യം ഇതിലെന്തെന്ന് വെച്ചാൽ മെസ്സഞ്ചറിൽ വന്ന് ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട്. ഞങ്ങൾ നോക്കാറില്ല. അങ്ങനെ അഥവാ നോക്കുന്നെങ്കിൽ തന്നെ ഞാനും എൻ്റെ മോളും എനിക്കൊരു മോനുണ്ട്, അവനും, ഞങ്ങൾ 3 പേരുമാണ് ഈ ഫേസ്ബുക്ക് അക്കൗണ്ട് കൈകാര്യം ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ 3 പേരും നോക്കും. നമുക്ക് ഇഷ്ടപ്പെട്ട മെസ്സേജ് എങ്കിൽ, നമുക്ക് വേണ്ടപ്പെട്ടതെങ്കിൽ നമ്മൾ റിപ്ലൈ തരും. ഇല്ല, അൺവാണ്ടഡ് മെസ്സേജസ്, നൈറ്റ് കാൾസ്, മെസ്സേജസ് ഇതൊക്കെ വരണുണ്ട്. ഞങ്ങൾക്ക് അതൊന്നും ഒരു ഇതല്ല. എന്തിനു വെറുതെ വേണ്ടാതെ മെസ്സേജസും കാലും ഒക്കെ ചെയ്യണത്? വേണ്ടാതെ എല്ലാരും ദയവ് ചെയ്ത് ഫ്രണ്ട് ലിസ്റ്റ് ഇരിക്കുന്നവര് ഞങ്ങൾക്ക് മെസ്സേജ് അയക്കരുത്. ബാഡ് മെസ്സേജുകൾ ഒരുപാട് വരുന്നുണ്ട്. മെസ്സേജ് അയക്കരുത്. ദയവ് ചെയ്ത് മെസ്സേജ് അയക്കും. ഞങ്ങൾക്ക് ഇതിനൊന്നും സമയമില്ല. ഞങ്ങൾക്ക് ബിസിനസ് ചെറുതായിട്ട് മുന്നോട്ട് പോയിട്ടിരിക്കുന്നതേ ഉള്ളൂ. ഒരൊട്ടും സമയമില്ലാത്ത ടൈമാണ്. അതിന് ഞങ്ങൾക്ക് റിപ്ലൈ തരാൻ പറ്റില്ല. എപ്പോഴും മിസ്കാള്, വേണ്ടാത്ത അനാവശ്യങ്ങളോ അതൊന്നും വെളിയിൽ പറയാൻ പറ്റാത്ത വിധത്തിലുള്ള മെസ്സേജുകളൊക്കെയാണ് വരുന്നത്. അത് ഞങ്ങൾ അങ്ങോട്ട് அதெல்லாம் ஒரு விஷயம் கிடையாது. எங்களுக்கு அதெல்லாம் ஒரு விஷயம் கிடையாது. நாங்க இதுக்கு வந்திருக்கோம். எங்களுக்கு அப்கமிங் பண்ணி கொண்டு போறதுக்காக தான் நாங்க வந்திருக்கோம். புரியுதா? தேவையில்லாம உங்ககிட்ட சேட் பண்ணிட்டு இருக்கிறதுக்கோ பேசுறதுக்கோ எங்களுக்கு டைம் கிடையாது. നല്ല ഫ്രണ്ട്സ് ഒരുപാട് இருக்கீங்க. നല്ല സപ്പോർട്ട് തരുന്നു ഞങ്ങൾക്ക്. എല്ലാവർക്കും വളരെ നന്ദിയുണ്ട്. ഇപ്പൊ ഇത് വന്ന് ഇങ്ങനെ ഒരു പുതിയ പ്രൊഫൈൽ വെച്ച് ഞങ്ങളുടെ വന്നതുകൊണ്ട് ആരും പറ്റിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇത് ഇങ്ങനെ വീഡിയോ ചെയ്യാൻ കാരണം.
നിജിത അക്കൗണ്ടോടെ ഇത് വന്ന് നിജിത ഞങ്ങൾ ഈ അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസ് ഒന്ന് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. നിങ്ങൾ ഇത് വന്ന് റിപ്പോർട്ട് അടിക്കണം. അപ്പോൾ കുറച്ച് പേര് റിപ്പോർട്ട് അടിക്കുമ്പോ ഇത് ഇതാവും ആയിപ്പോയി ഡീആക്ടിവേറ്റ് ആയിപ്പോയി അതുകൊണ്ട് നിങ്ങൾ അത് ചെയ്യണം. ഞങ്ങൾ എന്റെ അക്കൗണ്ട് വന്ന് ஆக்சுவலா ஷீஜாராஜ் എന്നാണ്. எந்த அக்கௌண்ட் நீது அஜித். இது ரெண்டுல தான் நாங்க வீடியோஸ் கண்டினியூஸா அப்லோட் பண்ணிட்டு இருக்கோம். அதனால சப்போர்ட் பண்ணுங்க ஃப்ரெண்ட்ஸ். நல்லா சப்போர்ட் பண்றீங்க, இன்னும் சப்போர்ட் பண்ணுங்க. தேவையில்லாம மெசேஜ் பண்றது, கால் பண்றது இதெல்லாம் வச்சிருக்காதீங்க, ஓகேவா? நிறைய பேர் சப்போர்ட் பண்றீங்க. கேரளா அதர் ஸ்டேட்ஸ்ல இருந்து நிறைய பேர் பாக்குறீங்க, ரொம்ப தேங்க்ஸ். இந்த ஃபேக் அக்கௌண்ட் வந்து இப்படி ஸ்ப்ரெட் ஆயிட்டு இருக்கு அப்படின்னு சொல்றதுக்காக தான் இந்த வீடியோ நாங்க பண்ணோம். எனக்கு இன்ஸ்டாகிராம் அக்கௌண்ட் உண்டு, யூடியூப் அக்கௌண்ட் உண்டு. அதுல நிறைய ஃபாலோவர்ஸ் இருக்கணும். அவரும் நல்ல സപ്പോർട്ടാണ് എല്ലാവരും. എല്ലാവരും ഇനിയും നല്ല സപ്പോർട്ട് തരണം. ഇങ്ങനത്തെ ഫേക്ക് അക്കൗണ്ടിൽ എല്ലാവരും പറ്റിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞങ്ങൾ ചെയ്യുന്നത്. ഓക്കെ, താങ്ക്സ്. താങ്ക് യു.